നമസ്കാരം. കുറച്ച് ലേറ്റായി പോയി ഈ ഒരു വീഡിയോ ചെയ്യാൻ. ന്യൂസിലൂടെ നിങ്ങളെല്ലാവരും ഒരുവിധം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞ അതേ കാര്യം തന്നെ, ചില സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ നിങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട്, പല ചാനലിലും കമൻറ്റ് ബോക്സുകളിൽ പറഞ്ഞ് ഞാൻ കണ്ടു, പല വീഡിയോസിനടിയിലും. അതേപോലെ എനിക്കും ഈ ഒരു വിഷയം കേട്ട സമയത്ത് ചില സംശയങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത്, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ, എത്ര പേര് കണ്ടോ എന്നുള്ള അറിയില്ല, ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വന്നൊരു ചോദ്യം, എനിക്കെന്താ, നിനക്കെന്താടാ, പിന്നെ തെറിയാണ് കേട്ടോ, എനിക്കെന്താന്ന് ചോദിച്ചു. എനിക്കെന്താ, നിങ്ങൾക്കെന്താ, അല്ല നമുക്കൊക്കെ എന്താ? ആ കുട്ടിക്കും അവരെ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനല്ലേ നഷ്ടമുള്ളത്? നമുക്കൊക്കെ എന്താ? എനിക്ക് ആ ചോദിച്ചിട്ടുള്ള ആ മാന്യനോട് ഇത്രേ പറയുള്ളൂ. കുറേ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കേസിൽ വീഡിയോ ചെയ്തതിൽ. ഞാനൊരു രക്ഷിതാവ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ വീഡിയോ ചെയ്തത്, സാധാരണ ഒരു കോണ്ടൻറ്റ് ചെയ്യുന്ന പോലെയും കൂടെ അല്ല. അപ്പോൾ നിനക്ക് എന്താടാ അത് ചോദിക്കുന്നുണ്ട്. എന്ത് അർത്ഥത്തിലാണ് ആ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അവൻ്റെയൊക്കെ ഒരു മെൻറ്റാലിറ്റി എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ്, എനിക്കൊന്നുമില്ല, നിങ്ങൾക്കുമില്ല, നമുക്ക് ആർക്കും ഒന്നുമില്ല. നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിനാണ്. നമുക്കൊക്കെ, എനിക്ക് മക്കളുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മക്കളുണ്ട്. നാളെ നമ്മളൊക്കെ പുറത്ത് പല സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികളുടെ കൂടെ പോകും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോവും, വരും തലമുറ പലരും പോവും, സഹോദരങ്ങളുടെ മക്കൾ പോവും, പല ആൾക്കാരും പോവും. ആർക്കും ഇതുപോലത്തെ ഗതി ഇനി ഉണ്ടാവരുത് എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾ പലരും ഇതുപോലെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. ഇതുപോലത്തെ ഒരു അവസ്ഥ ആർക്കും വരരുത്. പിന്നെ അത് മാത്രമല്ല, ചില സംശയങ്ങൾ ഈ കാര്യങ്ങൾ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ന്യൂസിൽ പല ലിങ്കും നമുക്ക് മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. ആ തോന്നുന്ന സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചാൽ മാത്രമേ നാലാളത് ചർച്ച ചെയ്തിട്ട് ആ കുടുംബത്തിന് വേണ്ടി, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്ക്, മഞ്ചേരി ഇരിക്കുന്ന എനിക്കാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടാണ് നിങ്ങൾ കാണുന്നത് അറിയില്ല, കാണുന്ന നിങ്ങൾക്ക് പോലും ആ ഒരു കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഇതുപോലത്തെ മിസ്സിങ് ലിങ്ക്സ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ആർക്കാ എന്താ എവിടെ ഉപകാരപ്പെടുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നിനക്കെന്താടാ ഡാഷ് എന്ന് ചോദിച്ചതിനുള്ള ഒരു മറുപടി ഇത്ര മാത്രം. പിന്നെ ഞാൻ ഈ ഒരു കേസിൽ എൻ്റെ കുറച്ച് സംശയങ്ങളെന്ന് ഒരുപാട് വീഡിയോസ് കണ്ട സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആദ്യത്തെ കാര്യം, ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഇതിന് മുന്നേ ഒരു തെരച്ചിൽ നടത്തിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തത്, ഈ തെരച്ചിൽ നടത്തിയ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ്, തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം, ഞാൻ ചാറ്റ് GPT പല കാര്യങ്ങളും പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് തെർമൽ ഡ്രോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു. തെർമൽ ഡ്രോൺ ആണല്ലോ കണ്ടെത്തിയത്. ബാക്കിയുള്ള പോയിൻ്റ് വൈസ് സംശയങ്ങളിലേക്ക് നമുക്ക് വരാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. സ്ക്രീനിൽ കാണുന്നത് തെർമൽ ഡ്രോൺ ഇൻഫ്രാറെഡ് ക്യാമറ ഒരു മൃതശരീരം നേരിട്ട് കണ്ടെത്തുന്നില്ല. അത് താപനില വ്യത്യാസം, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കണ്ടെത്തുന്നത്. അതിനാൽ പ്രധാന കാര്യം, ശരീരം ചുറ്റുപാടിനേക്കാൾ എത്ര നേരം ചൂടോ തണുപ്പോ വ്യത്യാസം കാണിക്കും എന്നതാണ്. സാധാരണ സമയക്രമം 12 മണിക്കൂർ, 0 to 12 hours, 12 മണിക്കൂർ, മരണത്തിന് ശേഷം 12 മണിക്കൂർ വരെ ശരീരം ഇപ്പോഴും ചൂടായിരിക്കും. തെർമൽ ഡ്രോണിന് എളുപ്പം കണ്ടെത്താം. ചൊവ്വാഴ്ചയാണ് ഈ കുട്ടി മിസ്സിങ് ആയതിട്ട്. 12 മുതൽ 24 മണിക്കൂർ ശരീരത്തിൻ്റെ ചൂട് കുറഞ്ഞ് ചുറ്റുപാടിനോടും അടുത്തു വരും. കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും, പക്ഷേ ഇപ്പോഴും സാധ്യമാണ്. പ്രത്യേകിച്ച് രാത്രി, ഇത് പകലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ളൂ, റിപ്പോർട്ട് വന്നിട്ടില്ല. സത്യമാണ്, അത് കഴിഞ്ഞാലേ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ കണ്ടീഷനിൽ ഇനി എത്രത്തോളം ഇതൊക്കെ സുതാര്യമാണെന്ന് നമുക്ക് അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയിച്ച നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അത്രയും വിശ്വാസമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് അത്ര പരിപൂർണമായിട്ട് ഒരു സിസ്റ്റത്തിന് അങ്ങനെ വിശ്വാസമില്ല. കാരണം നമ്മൾ പല സിറ്റുവേഷനിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ സമീപനം എടുക്കുന്നത്. ഞാൻ അങ്ങനെ പറയല്ല, ഞാനതിലേക്ക് വരാം. ആ വീഴ്ചേൻ്റെ കാര്യത്തിൽ നമ്മുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് 24 മുതൽ 48 മണിക്കൂർ ശരീരം സാധാരണയായി ചുറ്റുപാടിൻ്റെ താപനിലയിൽ എത്തും. കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. സെയിം, അതായത് 48 hours, 2 ദിവസം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 4 എന്ന് പറഞ്ഞാൽ 48 2 കഴിഞ്ഞു. 48 മണിക്കൂറിന് ശേഷം, 2 ദിവസത്തിന് ശേഷം സാധാരണയായി താപ സിഗ്നൽ കാണില്ല. ചില സാഹചര്യങ്ങളിൽ മാത്രം കാണാം. ചുറ്റുപാട് വളരെ തണുപ്പോ ചൂടോ ആണെങ്കിൽ ഡീകമ്പോസിഷൻ മൂലം ചെറിയ താപവ്യത്യാസം ഉണ്ടാകുമ്പോൾ, തുറന്ന സ്ഥലത്ത് കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ, കണ്ടെത്തലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, കാലാവസ്ഥ ബാധിക്കും, സ്ഥലം,
മൂടൽമഞ്ഞ്, സമയം രാത്രി കൂടുതൽ ഫലപ്രദമാണ്, ശരീരത്തിൻ്റെ വലിപ്പവും അവസ്ഥയും. ഇതിനൊരു കൺക്ലൂഷൻ സാരാംശം എങ്ങനെയാണ്? മികച്ച സമയം 24 മണിക്കൂറിൽ കൂടുതൽ ചാൻസ് ഉണ്ട്, 48 മണിക്കൂർ സാധ്യത ഉള്ള സമയമാണ്, 48 മണിക്കൂർ സാധ്യത ഉണ്ട്. അതിനുശേഷം തെർമൽ ഡ്രോൺ സാധാരണയായി പ്രയോജനകരമല്ല. അതായത് തുടർന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കടാവർ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഞാനല്ല, ഞാൻ പല കാര്യങ്ങളും ചോദിക്കുന്നത് ChatGPT-യോടാണ്. അപ്പോൾ ChatGPT തന്നിട്ടുള്ളൊരു മറുപടി വെച്ചിട്ട് എൻ്റെ ഒരു സംശയം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൂ. ഞാനൊരു എക്സ്പേർട്ട് അല്ല ഇതിൽ നമ്മളൊന്നുമല്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കേസ് വരുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പിൻ്റെയൊക്കെ സിറ്റുവേഷൻ ആലോചിക്കും. അത് ആലോചിക്കില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഗോഡ് ഫോർബിഡ് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ഇതൊരാൾക്ക് ഇത് കാല് വഴുതി വീണതല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർക്കൊക്കെ സംശയം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആരുടെ മുന്നിൽ വന്ന് ഉന്നയിക്കും? എന്ത് ചെയ്യും? പണ്ടൊരു അച്ഛൻ ചെന്നൈയിൽ ഒരു മെഡിസിൻ സ്റ്റുഡൻറ്റ് മരിച്ചിട്ട്, ഞാൻ പേര് മറന്നു ഈ ആ കുട്ടിയുടെ, ആ അച്ഛൻ പോവാത്ത വാതിലുകളില്ല അല്ലേ? ഒരു മാഷ് കാരണമാണ് ആ കുട്ടി സൂസൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ അച്ഛൻ നിരന്തരം PMO പ്രൈം മിനിസ്റ്റർ അടക്കം കണ്ട് സംസാരിച്ചിട്ട് പല നീതി ആ അച്ഛനെ കിട്ടിയോ? മിഷേൽ ഷാജി, അങ്ങനെ എത്ര പേരുടെ കേസ് നമ്മൾ കണ്ടു കിടക്കുക അല്ലേ? പിന്നെ അടുത്ത് ജസ്ന, ആ കുട്ടി കാണാതായത്, അങ്ങനെ എത്ര കേസ് കിടക്കുക. അതുപോലത്തെ ഒരു പട്ടികയിലേക്ക് ഈ ഒരു കുട്ടിയും കൂടി എഴുതി തള്ളപ്പെടരുത്, അതിൽ അടുത്ത പേരായിട്ട് ചേർക്കരുത് ശ്രീനന്ദ എന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ? കാരണം നമുക്ക് കൂടപ്പറപ്പുകളുണ്ടായിരുന്നു, അവർക്കൊക്കെ കുട്ടികൾ, നമ്മുടെ മക്കളൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ്. അടുത്തതൊരു ന്യൂസ്. ചിക്കമംഗളൂരിൽ ട്രക്കിങ്ങിനിടെ മരിച്ച പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത എന്ന ബന്ധുക്കൾ. ഞാനിപ്പോൾ അടുത്തൊരു പാലക്കാട് സ്ഥലത്ത് പോയപ്പോഴേ ഈ സ്ഥലം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. നമ്മളതിലെ പോയ സമയത്ത് ചെർപ്പളശ്ശേരി വഴിയെ പോയത്. അപ്പോൾ പോയ സമയത്ത് ഈ കടമ്പഴിപ്പുറം കണ്ട സമയത്ത് ആ ബോർഡ് ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതിങ്ങനെ ഇങ്ങനെ വരിക. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അതായത് ശ്രീനന്ദ വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. മൃതദേഹം കിട്ടിയ ചെരിവ് ഗ്രൗണ്ടിൻ്റെ മറുവശമാണ്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ല. കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണ്. മനസ്സിലായോ? പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു കുട്ടി. മൃതദേഹം കിട്ടിയ ചെരുവ് ഗ്രൗണ്ടിൻ്റെ മറുവശത്താണ്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ല. കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണ്. മൃതദേഹം കിട്ടിയ ഇടത്ത് ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. ശ്രീനന്ദ ചെറിയ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുണ്ട്. അങ്ങനത്തെ പല ന്യൂസും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ജനറൽ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്താണ് ഇതുപോലത്തെ സംശയങ്ങൾ എനിക്ക് വരുന്നത്. നിങ്ങൾക്കും സംശയങ്ങളുണ്ടായിരിക്കും. മനസ്സിലായോ? 1500 അടി താഴ്ചയിലേക്കാണ് ഈ കുട്ടി വീണിട്ടുള്ളത്. തെരച്ചിൽ നടത്തി. പിന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ. ആ ടിക്കറ്റ് കൗണ്ടറിൽ CCTV ഇല്ല. അവർക്ക് ചെന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഭിക്ഷാടകരുണ്ട് അവിടെ, ബെഗേഴ്സ് ഉണ്ട് അവിടെ, ഒരുപാട് പേര് ഭിക്ഷാടന മാഫിയ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പല ആൾക്കാരും വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരാരും ഇവരോട് തെരച്ചിലിൻ്റെ സമയത്ത് ഇവരോട് സഹകരിച്ചില്ല എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ടാർപോളിൽ വെച്ച് മറച്ചിട്ടുള്ള ഷീറ്റ് വെച്ച് മറച്ചിട്ടുള്ള കടകളാണ് അവിടെ ഉള്ളതെന്നുള്ള വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അവരത് ആ ഷീറ്റുകൾ മാറ്റി നോക്കാൻ പോലും ഇവരോട് സഹകരിച്ചിട്ടില്ല എന്നുള്ള ന്യൂസും വരുന്നുണ്ട്. തെർമൽ ഡ്രോണിൻ്റെ കേസും സ്മെല്ല് കിട്ടിയത് കൊണ്ടാണ്. പക്ഷെ മൃതദേഹത്തിന് അത്രയധികം പഴക്കമില്ല എന്നുള്ളതും പറയുന്നുണ്ട്. മനസ്സിലായി? ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് പിന്നെ ഒരു കുട്ടി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരുടെ കൂടി ഇപ്പോൾ 40 അംഗ സംഘത്തിൻ്റെ കൂടെ വന്നൊരു കുട്ടി, വൈ ഷുഡ് ഷീ ഗോ അവേ ഫ്രം ദം? എന്തുകൊണ്ട് ആ കുട്ടി അവിടെ നിന്ന് പോകണം? ഇനി വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ? കുട്ടിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇനി അത് സ്വന്തമായിട്ട്, ഞാൻ അങ്ങനെ പറയല്ല, സ്വയമായിട്ട് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുള്ള കുട്ടിയാണ്. നമുക്കറിയില്ല. വി ഡോണ്ട് നോ എനിത്തിങ്. അത് പറയണം എന്താ വെച്ചാൽ ഇതുപോലെ ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ചർച്ച കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രോപ്പറായിട്ട് വരുള്ളൂ. അതാണ് കാരണം. തട്ടിക്കൊണ്ടുപോയോ, എന്തെങ്കിലും ഉണ്ടായോ, ബലമായ സംശയം ഉണ്ടോ, ഈ കുട്ടിക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, നമുക്ക് അറിയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ പറയല്ല, പറയാൻ കൂടി പാടില്ല. പക്ഷെ എന്നാലും നമ്മളത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബന്ധുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ട് ആ വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യാൻ കുറച്ച് ഭാഗം. കാരണം പുള്ളി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇഫ് ഹീസ് സേയിങ് ശരിക്കുള്ള കാര്യങ്ങളുണ്ട്, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നതെങ്കിൽ എന്തായാലും ദുരൂഹത ഉണ്ട്. ഇല്ലാത്ത പ്രശ്നമില്ല. ഞാൻ ആ ഒരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ. അതല്ല ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുള്ള എൻ്റെ സംശയമാണ്
ഞാൻ കുട്ടീനെ കണ്ടത് പിന്നെ അവിടെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വേറെ രാജീവും കൂടെ ഞങ്ങളും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മേലേക്ക് കയറിപ്പോയി. ഇവർ പിള്ളേർ എല്ലാവരും കൂടെ വരികയാണ്. അവിടെ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, ആ കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ടാണ് മിസ്സായിട്ടുള്ളത്. അവിടെ മുകൾ ഭാഗത്താണോ കയറി വരുമ്പോഴുള്ള മുകൾ ഭാഗത്താണോ? ശ്രീനഗർ സുഹൃത്തുക്കൾക്കൊപ്പമാണോ അതോ? അവർ എല്ലാവരും പിള്ളേരും 4-5 പിള്ളേർ വന്നിട്ടുണ്ട്, അവരെ കൂടെയാണ് വന്നിട്ടുള്ളത്. ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നാവുന്നൊരു കാര്യമാണ് കേട്ടോ സംശയം. കാരണം നമ്മളൊന്നും ഔട്ട് ഓഫ് തിൻ എയർ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരല്ല. തിരക്കിച്ച് അത്ര ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം നല്ല തിക്കി തിരക്കൊന്നുമില്ല. 2 ആൾ 3 ആൾ 4 ആൾ ഉണ്ടാവും മാത്രമുള്ള തിരക്കുണ്ട്, അതിനൊന്നുള്ള ഒന്നുമില്ല. ബാരിക്കേഡുണ്ട്. ആ ഭാഗത്തൊക്കെ ബാരിക്കേഡ് വീണ സ്ഥലത്തില്ല. അല്ല അവിടേക്ക് എത്താൻ ടൈമായിട്ടില്ല. അവസാനമായി കണ്ട ആ സ്ഥലത്ത് ബാരിക്കേഡും കാര്യങ്ങളും അവിടേക്ക് ഉണ്ട്. അവിടെ ഒരു കാരണവശാൽ വീഡിയോ കാണിച്ചാൽ ആ ഭാഗത്ത് കൂടെ നിന്നാൽ ഈ വീട്ടുകാർ സംസാരിക്കുന്നതേ ഞാൻ പല കമൻസും കണ്ടു. അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഔട്ട് ഓഫ് കേരള ആൾക്കാർ, കർണാടകക്കാർ വല്ലതും പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇവരുടെ ടൂറിസത്തിനും കാര്യങ്ങളൊക്കെ ബാധിക്കുമല്ലോ, ചിലപ്പോൾ നമുക്കറിയില്ല. ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഇതിങ്ങനെയാണെന്ന് സമർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ. അവരുടെ ടെൻഷൻ കൊണ്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത്, അവരുടെ വ്യാകുലതയാണ്. ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണും. അതെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വണ്ടി പാർക്കിംഗ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഒരുപാട് ദൂരം പറഞ്ഞാൽ ഏകദേശം ഒരു 200 മീറ്റർ അത്രയൊന്നും ഉണ്ടാവില്ല. അത്ര ദൂരമൊന്നുണ്ടല്ലോ, കുറച്ച് ഒരു അല്ല, ഈ ടിക്കറ്റ് കൊടുക്കണ ഭാഗത്ത് മാത്രമേ ബാരിക്കേഡുള്ളൂ, ബാക്കി വേറെ എവിടെയും ബാരിക്കേഡ്. വ്യൂ പോയിൻ്റ് മേഖലയിൽ പിന്നെ അവിടെ പിന്നെ കുറച്ച് സ്ഥലം ഫ്രണ്ടിൽ കുറച്ച് ബാരിക്കേഡുണ്ട്, ഒരു 2 ഭാഗത്തൊക്കെ. അവിടെ പോയാലും വീണാലും കാണുമൊന്നുമില്ല. അത്ര ഭയങ്കര നല്ല ഹൈറ്റ് ഉള്ള സ്ഥലം അത്. ഡ്രോൺ ആ മേഖലയിലെല്ലാം എല്ലായിടത്തും പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഫസ്റ്റ് വന്നായിരുന്നല്ലോ. ഈ താഴ്ചയിലൊക്കെ ഇറങ്ങിപ്പോയിരുന്നു. കുറച്ചൊക്കെ ദൂരത്തൊക്കെ പോയിട്ടുണ്ട്. അതിനൊക്കെ കുറച്ചൊക്കെ നടന്നു നോക്കിയത്. അവിടുത്തെ പോലീസും അതുപോലെ തന്നെ അവിടുത്തെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ അവരൊന്നും ഈ താഴ്ചയിലേക്ക് പൂർണ്ണമായും താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയി. സമയം വൈകി 6 മണി കഴിഞ്ഞായിരുന്നല്ലോ. പിന്നെ കണ്ണ് കാണുമ്പോൾ അവിടെ കറണ്ടില്ല. പിറ്റേ ദിവസം അപ്പോൾ ബുധനാഴ്ച രാവിലെ മുതൽ പരിശോധന തുടങ്ങിയതാണ് പറഞ്ഞത്. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്കൊന്നും അവർ പോയി പോയതാണ് പറഞ്ഞത്. 2 ദിവസം തെരച്ചിൽ അധികം ഫുള്ള് നടത്തിയെടുക്കണം, അപ്പോൾ ഒന്നും കണ്ടില്ല എന്ന്. ഇറക്കിയായിരുന്നു. പാരഷൂട്ടിൽ ഇവിടുന്ന് ഒരു പയ്യൻ പോയിരുന്നു, അവരൊക്കെ ഇറങ്ങി നോക്കിയെടുക്കുന്നു. ബുധനാഴ്ച വ്യാഴാഴ്ച എല്ലാം ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയാണ്. പരിശോധന നടത്തിയാണ്. കിട്ടിയെന്ന് പറയുന്ന ഭാഗത്തും അവിടെയൊക്കെ പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയണ അങ്ങനെയാണ്. പോലീസ് പറയുന്നത് ഒരു 1500 അടി അത്ര താഴ്ച ഉണ്ടാവും. ഇവർക്ക് അപ്പോൾ അത്ര താഴ്ചയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല പരിശോധന നടത്തിയാണ്. അല്ല, അവർ പോയതാണ് പറഞ്ഞത്. താഴത്തേക്ക് ഇറങ്ങി പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ദുരൂഹത തന്നെ. ഈ ഭാഗത്തു നിന്നാണ് മിസ്സാവാൻ സാധ്യത. ഞാൻ കണ്ടോട്ടുണ്ട്. കടകളൊക്കെ ഉണ്ട്, ഒക്കെ ഈ ടാർപ്പായിട്ടുള്ള കടകളാണുള്ളത് മുഴുവനും. പിന്നെ ടാർപ്പായിട്ട കടയും ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ എന്നിട്ട് ഉള്ളിൽ കൂടെ പോയി നോക്കുകയൊക്കെ ചെയ്തു. ഇവരാരും അവിടെയുള്ളവരാരും സഹകരിക്കുന്നില്ല. നമ്മളിങ്ങനെ ഓടി തിരയണത് കണ്ട അവർ ആ കടക്കാർ ആരും സഹകരിക്കില്ല. എന്നിട്ട് അവിടുന്ന് വേറെ നമ്മുടെ നാട്ടിലൊരു ചെറിയ കുട്ടി ഇതേപോലെ അറിയാലോ, ആലുവയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് എത്ര സിൻസിയറായിട്ടാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും അല്ലേ. നമ്മളിതിന് പുറകെ നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർ വരെ പ്രാർത്ഥിച്ചു. ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയായിരുന്നത് അല്ലേ, കൂട്ടരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ആ ഒരു രീതിയിലുള്ള അതിൻ്റെ 100-1 പോലും അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള പറയുന്നത്. ആരും കോഓപ്പറേറ്റ് ചെയ്തില്ല. ആൾ വന്നിട്ടാണ് കുറേ പിന്നെ സഹകരിച്ചിട്ട് ഇതൊക്കെ ചെയ്തത്. ഒരു മലയാളം കുറച്ചറിയണതാണ്. പോലീസിനെ ബന്ധപ്പെട്ട എങ്ങനെയാണ്? പോലീസിന് അപ്പോഴേക്കും ഇവിടുന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയി 2 പോലീസുകാർ വന്നു താഴത്ത്. ഇവിടുന്നല്ല നാട്ടിൽ നിന്ന് വിളിച്ച് അറിയിച്ചതിന് ശേഷമാണ് പിന്നെ അവർ കൂടുതൽ ടീമുകൾ. അതെ, കൂടുതൽ ടീം വന്നതൊക്കെ അവർ ഇത് നിർത്തി വയ്ക്കാന്നൊക്കെ പറഞ്ഞാണ് തോന്നുന്നത്. പരിശോധന നിർത്തി വയ്ക്കാൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടത്. എനിക്ക് സൂക്ഷ്മം അറിയില്ല. ഇവിടെ ഒന്നുമില്ല, കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പരിശോധിച്ചിട്ട് പിന്നെ കാണില്ല പറഞ്ഞപ്പോൾ പിന്നെ അതാക്കി. അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് വിശ്വാസം? എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഞാൻ കണ്ടേ. യാത്ര സംഘടിപ്പിച്ചത് എന്താ, ക്ലബ്ബോ അങ്ങനെ? ക്ലബ്ബ്. ഞങ്ങൾ 4-ാം തീയതി ഇവിടുന്ന് 3 മണിക്ക് ഹമ്പിലേക്കാണ് ഫസ്റ്റ് പോയത്. ഹമ്പിയിൽ വന്നിട്ട് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ രാത്രി തിരിക്കണം പറഞ്ഞിട്ടാണ് വന്നത്. അവസാനത്തെ ട്രിപ്പാണ്, ദിവസമായിരുന്നു. 8-ാം തീയതി കാലത്ത് ഇവിടെ എത്തും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. വൈകിട്ടാണ് സംഭവിച്ചത്.
ഇതിൽ കുട്ടികളൊക്കെ എത്ര പേരുണ്ടായിരുന്നു? പ്രായത്തിലുള്ള കുട്ടികൾ കുറേ കുട്ടികളുണ്ട്, 3-4 കുട്ടികളുണ്ട്. ഇതെന്താ എനിക്കറിയില്ല. അല്ല, എവിടെ വീഴാനുള്ള സാധ്യത അവിടെയുള്ള ആൾക്കാരുടെ ഇത് കാണുമ്പോൾ നമുക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ളൊരിത്. ഒന്നിനും സഹകരിക്കുന്നില്ലല്ലോ അവർ. ഒരു കടക്കാരും സഹകരിക്കുന്നില്ല, ഒന്നിനും സഹകരിക്കുന്നില്ല. ഞാൻ കുട്ടികൾ എന്താ പറഞ്ഞ ആ സമയത്ത്? അവർ അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാം. മറ്റ് ശബ്ദങ്ങളൊന്നും ഒന്നും കേട്ടില്ല. പിന്നെ വേറൊരാൾ വന്നിട്ട് ഞങ്ങൾക്ക് സഹായത്തിന് എല്ലാവരും കൂടി, അതിൽ മലയാളം കുറച്ച് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ലേഡി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലേഡീനെ പിന്നെ കണ്ടില്ല. പിന്നെ എന്നിട്ട് അയാൾ താഴത്തേക്ക് വന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പിന്നെ വേറെ 3-4 പേര് കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്തത്. ആ ലേഡി നടന്നൊക്കെ പിന്നെ എവിടെ പോയി എന്ന് കണ്ടില്ല. പിന്നെ എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല ഇവർ. 2 പേരും മലയാളം കുറേശ്ശെ സംസാരിക്കും, നല്ല സംസാരിക്കില്ല. അല്ല, അവർ പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഫുൾ ടൈം പോലീസ് സ്റ്റേഷനും എല്ലാം സംസാരിക്കാനും. നമുക്ക് കന്നഡ അറിയില്ലല്ലോ, അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പിള്ളേരെയൊക്കെ പിന്നെ ഇതാക്കുമ്പോൾ അതിനൊക്കെ സഹായിച്ചവർ. നിങ്ങളെപ്പോഴാണ് തിരിച്ചിവിടെ എത്തി? ഞങ്ങളന്ന് പിന്നെ യെസ്. അപ്പോൾ ഈ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന തന്നെ സമയത്ത് തന്നെ നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, എന്തൊക്കെയോ എവിടേക്കോ ആരൊക്കെയോ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊന്നും പുറത്തറിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരൊരു ടൂറിസത്തിന് ഇതിനെ ബാധിക്കണോ, അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ വഴിക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇതെല്ലാ സ്ഥലത്തും സ്പ്രെഡാവും. നമുക്കറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ആ റിപ്പോർട്ട് എത്രത്തോളം റിലയബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയല്ലേ, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എക്സ്പേർട്സ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പ്ലീസ്. കാരണം നാളെയും നമുക്ക് നമ്മുടെ കുട്ടികളെയൊന്നും വരും തലമുറയെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ മാത്രം അടച്ചിട്ട് വളർത്താൻ കഴിയില്ല. പുറത്തേക്ക് വിടേണ്ട സിറ്റുവേഷൻ വരും. അതിൽ പല സ്ഥലത്തും പോകേണ്ടി വരും, പഠിക്കാൻ പോകേണ്ടി വരും. ഇതിപ്പോൾ 40 അംഗ സംഘം തന്നെ അവനവൻ്റെ വീട്ടുകാരുടെ കൂടെ പോയിട്ടുള്ള കുട്ടിയാണ്. ഇനി കാൽ വഴുതി വീണതാണോന്ന് അറിയാം. പക്ഷേ എനിക്ക് പിന്നെയും പറഞ്ഞ കാൽ വഴുതി വീഴുന്ന സമയത്ത് ഒരു അലർച്ചെങ്കിലും, കാരണം ആരും ഒന്നും കേൾക്കുന്നില്ല. ഈ കുട്ടി എന്തിനും ഒറ്റയ്ക്ക് അവിടേക്ക് പോയി, ആ സൈഡിലേക്ക് കുട്ടി പോകും, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംശയം. അതല്ല ഇനി പല കമൻസിലൂടെയും പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കും. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ഇത് പറയാം, എനിക്ക് കൂടുതൽ വിശ്വാസം കേരള പോലീസിലാണ്. മിടുക്കരായിട്ടുള്ള ഓഫീഷ്യൽസ് ഉണ്ട്. അപ്പോൾ അവർ എന്തു വന്നാലും ഇതിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കിയിട്ട് ഇനിയെങ്കിലും കുട്ടികൾക്ക് അപകടം പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.